ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. തട്ടുകടയിലെ അതേ രുചിയിൽ തന്നെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ലൊരു നാടൻ പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നല്ല പഴംപൊരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കി വന്നാലോ. പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തട്ടുകടയിൽ അതേ രുചിയിൽ തയ്യാറാക്കി എടുക്കുന്നത് കാരണമാണ് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ അളവ് എടുക്കണം. നമ്മൾ 1/4 കപ്പ് കടലമാവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പഴം പാകമായിട്ടുള്ളതാണെങ്കിൽ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ രാവിലെ ദോശമാവ് അരച്ചതിൻ്റെ ബാക്കിയുള്ള പുളിച്ച മാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലാതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും കട്ടയില്ലാതെ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കട്ടയില്ലാതെ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ മിസ്സായതാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ടോട്ടലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സാക്കി കട്ടയില്ലാതെ നമുക്ക് മാവിനെ എടുക്കാം. നമ്മുടെ മാവ് ഇതേ രീതിയിൽ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഈ മാവിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതേ രീതിയിലാണ് മാവ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഞാൻ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മാവിൽ മുക്കിയിട്ട് ഓരോ പഴം ഇതേപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നല്ല ചൂടായതിനു ശേഷം ഇതേപോലെ പഴങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 3 പഴമായിട്ടാണ് ഇട്ട് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾ വലിയ ചട്ടി വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. എപ്പോഴും പഴം പൊരിക്കുമ്പോൾ അധികം പഴങ്ങളിടാതെ 2 3 ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ